നല്ല അടിപൊളിയായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറിയാണ്. നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഈ സമയത്തൊക്കെ നമുക്ക് മത്തി കിട്ടുമ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ പനഞ്ഞി മുട്ടയൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ടുള്ള പല ഐറ്റംസാക്കി ഉണ്ടാക്കാം അല്ലേ. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മുട്ടയൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മീൻ കറിയിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. ചെറിയ ഉള്ളിയും പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതുപോലെ കുറച്ച് തക്കാളിയും, പിന്നെ പുളി വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും നല്ല ടേസ്റ്റോടു കൂടി കറിയാക്കാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ ഉലുവയൊക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷം കടുക് ഇട്ട് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളിയും മാങ്ങയും ഇട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് വഴറ്റൊന്നും വേണ്ട, ഒന്ന് എണ്ണയിലൊന്ന് ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാങ്ങയും തക്കാളിയും കൂടെ ഒന്നും കൂടെ എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, അതുപോലെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള കറിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഒന്നാണ്. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പുളി നോക്കിയിട്ട് പാകത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുളിയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് മാങ്ങ കുറച്ച് പുളിയുള്ളതാണ്. പിന്നെ നമ്മളെ തക്കാളിയുടെ പുളി ഉണ്ടല്ലോ, അത് കാരണം ഇട്ട് കൊടുക്കണില്ല. പിന്നെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കറിയൊക്കെ വെന്തും കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് പുറത്തേക്ക് പോയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളെ പറങ്കിമാവിൻ്റെ തൈ കുഴിച്ചിട്ടിരുന്നല്ലോ, അപ്പോൾ അത് ഇന്നലെ ഈ രൂപത്തിലാണ്. ഇന്ന് അത്യാവശ്യം അതിൻ്റെ ലീഫൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്നാണ് കേട്ടോ, 24 മണിക്കൂറിൻ്റെ ഒക്കെ സമയം കൊണ്ടാണ് ഈ ചെടി ഇത്രയും വലുതായിരിക്കുന്നത്. പെട്ടെന്ന് നമ്മളെ അതിൻ്റെ ലീഫൊക്കെ ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒച്ചിൻ്റെ നല്ല ശല്യമുണ്ട്, അതെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മളെ തൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും തൈ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.
അങ്ങനെ നമ്മളെ കറിയൊക്കെ നന്നായി തിളച്ച് വെന്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതിലേക്ക് മീൻ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഈ എന്താ പറയുക, പെട്ടെന്ന് നന്നായി ഉടഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഓരോ മീൻ അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല മണം രുചിയോടുകൂടില്ല കറി ശരിയായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ദോശയിലേക്കും ചോറിലേക്കും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി മത്തിയുടെ കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് ഹെൽത്തി ആയ കറിയും കൂടിയാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് മീനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കണതാണ്. അടുത്തതായി നമ്മളെ മീൻമുട്ട ശരിയാക്കാം കേട്ടോ. അതിന് വേണ്ടി ഒരു വാഴയില എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ഇടിച്ച് വെറുതെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാടങ്ങ് അരക്കണമൊന്നുമില്ല. അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോഴിമുട്ടയും ചേർത്തിട്ടുണ്ട്. നന്നായി കൈയോട്ടൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്തിട്ട് അപ്പോൾ കോഴിമുട്ട ചേർക്കണ വീഡിയോസ് മറന്നു പോയിട്ട് എടുക്കാൻ. ഇങ്ങനെ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്ത് ഇല അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം അല്ലേ. അങ്ങനെ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ മീൻമുട്ട അപ്പം ശരിയായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മുട്ട കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.